പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന മേഖലയാണ് തിരുസഭയിൽ മെത്രാൻ സ്ഥാനത്തിൻ്റെ പ്രസക്തി. നമ്മുടെ ഹൃദയം നമ്മൾ ഉറപ്പിക്കേണ്ട മറ്റൊരു മേഖലയാണ് തിരുസഭയും തിരുസഭയിലെ മെത്രാൻ സ്ഥാനത്തുള്ള ആ ശുശ്രൂഷയും. ഇന്ന് നിരവധി വ്യക്തികൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് മെത്രാൻ ആരാണെന്ന് പോലും അവർക്കൊരു വിഷയമുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. അനവധി വ്യക്തികൾ മെത്രാന്മാരെ ദുഷിക്കുന്നതും പുച്ഛിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നടങ്കം ബിഷപ്പിനെ ദുഷിക്കുന്നതും കാണാൻ പറ്റും. ചിലപ്പോൾ വൈദികർ ബിഷപ്പിനെ എതിർക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ സഭയിലെ ഒരംഗമെന്ന നിലയിലും മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥർ എന്ന നിലയിലും യുവതിവാക്കന്മാർ എന്ന നിലയിൽ നമ്മളുടെ പൊസിഷൻ എന്തായിരിക്കണം? ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മളിന്ന് അതിനെക്കുറിച്ചൊരു ക്ലിപ്തത നമ്മുടെ മനസ്സിൽ, ഒരു ക്ലാരിറ്റി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ മെത്രാനുമായി ഒരു പ്രത്യേക ഒരു വൈകാരികമായ ക്ലോസ്നെസ്, ഒരു അടുപ്പം, ഒരു സ്നേഹം ഉണ്ടാകണം. നമുക്കങ്ങനെ ഒരു ഇൻഡിഫറൻസ്, നിസ്സംഗത കീപ്പ് ചെയ്യാൻ പറ്റിയൊരു മേഖലയല്ല മെത്രാനുമായും സഭയുമായുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ലോകം എന്തെല്ലാം ഇളകി മറിഞ്ഞാലും നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മെത്രാനോട് ഉറപ്പിച്ച് നിർത്തുക, നിങ്ങളുടെ കർദിനാളിൻ്റെ കൂടെ ഉറപ്പിച്ച് നിർത്തുക. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഇറങ്ങി മറിയട്ടെ, എന്തു തന്നെ സംഭവിക്കട്ടെ, കുലുങ്ങരുത്. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സഭയിലും മെത്രാൻ സ്ഥാനത്തും ഒക്കെ ഉറപ്പിച്ച് നിർത്തുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ പേര്, അതായത് സഭയ്ക്ക് ഒരു മജിസ്റ്റേറിയമുണ്ട്, ദ മാജിസ്റ്റേറിയം ഓഫ് ദി ചേർച്ച്. ദ മജിസ്റ്റേറിയം ഓഫ് ദി ചേർച്ച് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സഭയുടെ മെത്രാന്മാരടങ്ങുന്ന ഒരു സമിതിയുണ്ട്. ആ സമിതിക്കാണ് പ്രബോധന അധികാരമുള്ളത്. അതിൻ്റെ പേരാണ് സഭയുടെ പ്രബോധന അധികാരം. പ്രൈസ് ദി ലോർഡ്. ദ മാജിസ്റ്റേറിയം ഓഫ് ദി ചേർച്ച്. അത് ബിഷപ്പുമാരിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ എന്ത് പറഞ്ഞാലും അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? മനത്തോടത്തെ പിതാവിനാണ്. കാരണം ഞാൻ പാലക്കാട് രൂപതയിൽ അംഗമായതുകൊണ്ട് മനത്തോടത്തെ പിതാവിനാണ് എൻ്റെ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ടീച്ചിങ്സിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം മനത്തോടത്തെ പിതാവിനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനത്തോടത്ത് ശരിക്കും സ്ക്രീൻ ചെയ്തിട്ടൊക്കെ എന്നെ വിടുകയുള്ളൂ. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കംപ്ലീറ്റ് എല്ലാം നന്നായി സ്ക്രീൻ ചെയ്ത് എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു ബിഷപ്പ് ഒരാളെ അംഗീകരിച്ച് വിടണമെങ്കിൽ അത്ര ഉറപ്പ് വരണം. ബിഷപ്പ് അത്ര ഉറപ്പ് വരാൻ കാരണം ബിഷപ്പിനാണ് ഉത്തരവാദിത്വം. അച്ഛൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ബിഷപ്പിനാണ് ഉത്തരവാദിത്വം. വിശ്വാസ നിക്ഷേപത്തിൻ്റെ സംരക്ഷകരാണ് അവർ.
ദ ഡിപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് ഈ 2000 വർഷമായി കർത്താവിൻ്റെ സഭയിൽ കർത്താവ് നൽകിയിരിക്കുന്ന വിശ്വാസ നിക്ഷേപത്തിൻ്റെ സംരക്ഷകനാണ് അവർ. അവരെ ദുർബലപ്പെടുത്തിയാൽ അരാജകത്വം ഉണ്ടാവും. ആർക്കും എന്ത് പറയാവുന്ന സ്ഥിതിയാവും. ആരും ചോദിക്കാനും പറയാനും ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് സ്ട്രോങ് ഒരു മേൽപ്പെട്ട അധികാരങ്ങൾ വേണം. കർദിനാൾ സ്ഥാനവും മെത്രാൻ സ്ഥാനവും നമ്മുടെ സഭയിൽ ആവശ്യമാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള മേൽപ്പെട്ട സ്ഥാനങ്ങൾ നമുക്ക് വേണം. അല്ലെങ്കിൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകും, അനാർക്കി ഉണ്ടാകും, കർത്താവിൻ്റെ ജനം ചെതറിപ്പോവും. അന്ത്യകാലം വരുമ്പോൾ സഭയുടെ അന്തിമ പരീക്ഷണ കാലഘട്ടത്തിൽ യേശുവിൻ്റെ 2ാം വരവിന് തൊട്ടു മുമ്പ് സഭയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? അന്തിമ പരീക്ഷണം ഉണ്ടാവും. അന്ന് സഭയിൽ ഡിസ്ലോയലിറ്റിയും അനാർക്കിയും ഉണ്ടാവും. ഡിസ്ലോയലിറ്റി ആൻഡ് അനാർക്കി. ഹല്ലേലൂയ. അത് മേൽപ്പെട്ട സ്ഥാനങ്ങളെല്ലാം നിർവീര്യമാക്കി കളയും. അപ്പോൾ ആർക്കും എന്തും പറയാം, ഒരു പ്രത്യേക അവസ്ഥ വരും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താണ് മേൽപ്പെട്ട സ്ഥാനത്തിൻ്റെ ദൈവം മേൽപ്പെട്ട സ്ഥാനത്തെ എങ്ങനെ കാണുന്നു എന്ന് ചിന്തിക്കണം. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യം. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാം. ഒരു പക്ഷേ ബിഷപ്പിനേക്കാൾ വളരെ വിശുദ്ധനായ വൈദികനായിരിക്കാം. ഒരുപക്ഷെ ബിഷപ്പിനേക്കാൾ വളരെ വലിയ ദർശനവരങ്ങളുള്ള വ്യക്തി ആയിരിക്കാം. ഒരുപക്ഷെ ബിഷപ്പിനേക്കാൾ 10,000 ഇരട്ടി സ്വർഗത്തിൽ നിന്നുള്ള മാലാഖമാരുടെ സ്വരങ്ങൾ കേൾക്കുന്ന, വിശുദ്ധന്മാർ വരികയും പോവുകയും ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. എന്നാലും അദ്ദേഹത്തെക്കാളും വലുതാണ് ബിഷപ്പ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11 വാക്യം ഇങ്ങനെ പറയുന്നത്: സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുകയാണ്. പൗലോസ് അപ്പോസ്തലൻ, അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം 12 സ്ലീഹന്മാരുണ്ടായിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങിയ 12 നേരിട്ട് യേശു വിളിച്ചവർ. പൗലോസ് അപ്പോസ്തലൻ അതിന് ശേഷം വന്ന ആളാണ്. യേശു മരിച്ചതിന് ശേഷം കുതിരപ്പുറത്ത് പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ സാവൂൾ ഇങ്ങനെ പോകുമ്പം വളരെ അത്ഭുതകരമായി ദൈവം ഇടപെട്ട് ഒരു മിറക്കിൾ, ഒരു അത്ഭുതം സംഭവിച്ചു. കുതിരപ്പുറത്ത് നിന്ന് വീണ് അങ്ങനെ ഒരു അരുളപ്പാട് കേട്ടു: സാവൂൾ, സാവൂൾ, നീ ആരെ പീഡിപ്പിക്കുന്നു? കർത്താവേ, കർത്താവ് ആരാണ്? ഉടനെ പറഞ്ഞ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഇങ്ങനെയൊക്കെ വലിയ അരുളപ്പാടുകളും വലിയ ഇടിമുഴക്കങ്ങളും വലിയ സ്വരങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് സാവൂളിനെ വിളിച്ചത്. സാവൂൾ ആണ് വിളിയുടെ കാര്യത്തിൽ ടോപ്പ്. മറ്റവരൊക്കെ അങ്ങനെ വള്ളം കഴുകുമ്പോഴും മരത്തിൻ്റെ ചോട്ടി ഇരിക്കുമ്പോഴൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അത്തിമരത്തിൻ്റെ ചോട്ടി ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പല മേഖലകളിൽ കറുത്ത് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാവൂളിന് അങ്ങനെയല്ല. വിളിയുടെ കാര്യത്തിൽ തന്നെ ഭയങ്കര അത്ഭുതം. അടുത്തത്, ഈ സാവൂൾ അങ്ങനെ വന്നതിന് ശേഷം സാവൂൾ പിന്നെ എന്താ ചെയ്തെന്നറിയോ? സാവൂൾ വേറെ ആരുടെ അടുത്ത് പോയിട്ട് യേശു എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ച് നോട്ട് എഴുതിയെടുത്തില്ല. വേദപാഠം പഠിക്കാൻ പോയിട്ടില്ല. തിയോളജിക്കൽ കോളേജിൽ പഠിക്കാൻ പോയിട്ടില്ല. സെമിനാരി പഠിക്കാൻ പോയിട്ടില്ല. മറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് യേശു എന്തൊക്കെയാണ് ചെയ്തത്, യേശു എങ്ങനെ അപ്പം വർദ്ധിപ്പിച്ചത്, യേശു എങ്ങനെ കടലിൻ്റെ മുകളിൽ കൂടെ നടന്നത്, യേശു എങ്ങനെയാണ് ഒലിവുമരയിൽ പ്രാർത്ഥിച്ചത്, ഇതൊന്നും ചോദിക്കാൻ പോയിട്ടില്ല. യേശു എങ്ങനെയാണ് അപ്പം വാഴ്ത്തിയത്, യേശു എങ്ങനെയാണ് കുർബാന സ്ഥാപിച്ചത്, ഇതൊന്നും ചോദിക്കാൻ പോയിട്ടില്ല. സാവൂൾ പിന്നെ ചെയ്തത് നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. ആ അറേബ്യൻ മരുഭൂമിയിൽ ഇരുന്ന് ഈ സാവൂൾ പകലില്ലാതെ കണ്ണുനീരോട് ഉപവാസത്തോട് പറഞ്ഞു. തുള്ളി വെള്ളം കഴിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഉപവാസത്തോടും ജാഗരണത്തോടും കൂടെ മരുഭൂമി ഇരുന്ന് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് സുവിശേഷം സാവൂളിന് വെളിപ്പെടുത്തി കിട്ടി. മനുഷ്യർ പഠിപ്പിച്ചതല്ല, പത്രോസും യാക്കോബ് യോഹന്നാനും പഠിപ്പിച്ചിട്ടല്ല സാവൂൾ അല്ലെങ്കിൽ പൗലോസ് സുവിശേഷം പഠിച്ചത്. പ്രാർത്ഥിച്ചപ്പോൾ നേരിട്ട് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ സുവിശേഷമാണ് പൗലോസിൻ്റെ സുവിശേഷം. വായിച്ചു നോക്കിക്കേ, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക്
ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു നേരിട്ട് കൊടുത്ത്. അതുപോലെ സുവിശേഷം കിട്ടിയ ആരെങ്കിലും ലോകത്തിലുണ്ടോ? പൗലോസ് വ്യതിരക്തനായി നിൽക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ യേശുവിൻ്റെ സുവിശേഷം കിട്ടിയ ഉടനെ പിന്നെ പൗലോസ് ചെയ്തത് പിന്നെ 24 പകലില്ലാതെ ഈ സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ജീവൻ ബലിയായി കൊടുത്ത് അങ്ങോട്ട് പകലില്ലാതെ സുവിശേഷ പര്യടനമാണ്. ഊണുമില്ല, ഉറക്കവുമില്ല, ഒറ്റ വിചാരമുള്ളൂ കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ സഭ. അങ്ങനെ ജീവൻ അർപ്പിച്ച്. ഇതുപോലെ ശിഷ്യന്മാർ ഓടിയിട്ടില്ല. മറ്റാര് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു എന്ന് പൗലോസ് എപ്പോഴും പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 14 വർഷം പൗലോസ് ചത്തു വേല ചെയ്തു. ഒരു ശ്വാസം വിടാൻ പോലും സമയം എടുത്തിട്ടില്ല. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിച്ച കാര്യത്തിൽ ആരാ മുൻപന്തിയിൽ? പൗലോസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 14 വർഷം ചത്തു പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിന് പൗലോസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഉടനെ പരിശുദ്ധാത്മാവ് ഇടപെടും. പരിശുദ്ധാത്മാവ് പറയും, പൗലോസിന് വേണ്ടി നിങ്ങൾ ടൈം ടേബിൾ ഇടണ്ട, പൗലോസിനെയും ബർണ്ണബാസിനെയും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തുക. അപ്പോൾ മറ്റു സ്ത്രീകന്മാരുടെ കാര്യമൊക്കെ ആരുടെ കാര്യമാണ്? പൗലോസിനെയും ബർണ്ണബാസിനെയും എൻ്റെ കാര്യങ്ങൾ. അത് പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സെക്രട്ടറി പോലെയായിരുന്നു. എപ്പോഴും എൻ്റെ കാര്യത്തിന് വേണ്ടി ആളാണ് പൗലോസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുക. അപ്പസ്തോല പ്രവർത്തനം വായിക്കുന്ന ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് പൗലോസിനെ മാസിഡോണിയയിലേക്ക് കൊണ്ടുപോയി, പരിശുദ്ധാത്മാവ് പൗലോസ് ഇങ്ങോട്ട് കൊണ്ടുപോയി, അങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെ ബൈബിൾ അപ്പസ്തോല പ്രവർത്തനം നേരിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ മറ്റു സ്ലീഹന്മാരാണോ പൗലോസാണോ മെച്ചം? സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഓർക്കണ്ട്, ബൈബിളിൽ ഒരു ഭാഗത്ത് ഈ പത്രോസ്ലീഹയുടെ ചെറുക്കിട്ട് തോണ്ടി സംസാരിക്കുന്നത് പോലെ പൗലോസ് സംസാരിക്കുന്നുണ്ട്. നീ ആ യഹൂദന്മാരെ കാണുമ്പോൾ യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിൽക്കും, നീ വിജാതിയിൽ കാണുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കും, നീ അങ്ങോട്ട് കൊണ്ട് ചാഞ്ഞും മറിഞ്ഞ് നടക്കുകയാണോ എന്ന് ചോദിച്ച് പൗലോസ് പത്രോസിനെ സ്കോൾഡ് ചെയ്യുന്നുണ്ട്. ആ പത്രോസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അജപാലകനാണ്. നിങ്ങൾക്കറിയില്ല സഭാ നേതാക്കന്മാരുടെ ബുദ്ധിമുട്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പൗലോസ് അപ്രൈറ്റാണ്. പൗലോസിന് അതൊന്നും വിഷയമല്ല. പെട്ടെന്ന് മുറിരണ്ട് പൗലോസ് സ്കോൾഡ് ചെയ്യാണ്. അപ്പോൾ അപ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ പൗലോസ് ക്ലീനാണ്, ക്ലീൻ പേഴ്സണാലിറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വരദാനങ്ങളുടെ കാര്യത്തിലോ വെളിപാടിൻ്റെ ആധിക്യം നിമിത്തം പൗലോസിൻ്റെ ചില അവസ്ഥകൾ നമ്മൾ വായിക്കുന്നത്. വെളിപാടിൻ്റെ ആധിക്യം ഉണ്ടായിരുന്ന ആളാണ് പൗലോസ്. വെളിപാടിൻ്റെ കാര്യത്തിലാണെങ്കിലും, വരദാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, പരിശുദ്ധാത്മാ വിഷയത്തിലാണെങ്കിലും, അധ്വാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആത്മാർത്ഥതയുടെ കാര്യത്തിലാണെങ്കിലും, ക്ലീൻ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും, അപ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാറ്റിലും പൗലോസ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ ഗമാലിയലിൻ്റെ പാദങ്ങൾ ഇന്ന് പഠിച്ച ടോപ്പായ ആളാണ് പൗലോസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇതുപോലെ മികവുറ്റ പൗലോസ് അപ്പോസ്തലനെ നേരിട്ട് പരിശുദ്ധാത്മാവ് എടുത്ത് നേരിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടു കിടക്കുകയാണ്. എൻ്റെ പൗലോസ് എന്ന് പറഞ്ഞ്, അതായത് പൗലോസിനെ പറഞ്ഞ എൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ടൈം ടേബിളാണ്, മറ്റുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 14 വർഷം പൗലോസ് അപ്പോസ്തലൻ ചത്തുപേല ചെയ്തു. അതിനിടയ്ക്ക് 14 വർഷം കഴിഞ്ഞപ്പോൾ ശ്വാസം വിടാൻ 2 മിനിറ്റ് എടുത്ത്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, പൗലോസ് പോൾ സ്റ്റോപ്പ് യുവർ മിനിസ്ട്രി, നിങ്ങളുടെ സുവിശേഷ വേല നിർത്തൂ. ഉടനെ പൗലോസ് അപ്പോസ്തലൻ അന്തം വിട്ടു. വാട്ട്? ഇത്രയും കാലം അധ്വാനിച്ചിട്ട് ഇത്രയും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടന്നിട്ടിപ്പോൾ പരിശുദ്ധാത്മ പറയുകയാണ് സുവിശേഷ വേല നിർത്തൂ. ഉടനെ പരിശുദ്ധാത്മ ഹോളി സ്പിരിറ്റ് വാട്ട് ഈസ് ദ പ്രോബ്ലം? ഉടനെ പരിശുദ്ധാത്മ പറഞ്ഞു, അതെ, ജെറുസലേമിലേക്ക് ഉടനെ പോവുക. തീത്തോസിൻ്റെ ഒരു സഹായിയായി തീത്തോസിനെയും കൂടെ പിടിച്ചോ. എന്തെങ്കിലും പ്രഷറും ഷുഗറൊക്കെ ഉള്ള കാല തലയിറങ്ങി വഴി വീണ ഒരാൾ കൂടെ ഇരിക്കട്ടെ, തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിക്കോ. അവിടെ ചെല്ലുമ്പോൾ പത്രോസ് എന്ന് പറഞ്ഞ ഒരു തലവൻ അവിടെ ഉണ്ടായിരിക്കും. പത്രോസ്, നീ പ്രസംഗിക്കുന്ന സുവിശേഷം മുഴുവൻ പത്രോസിനെ പറഞ്ഞു കേൾപ്പിക്കണം. അങ്ങനെ പത്രോസിനെ ഒക്കെ അവിടെയുള്ള തലവന്മാരെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അവിടെയുള്ള പത്രോസ് പറയുകയാണ്, പൗലോസേ നീ ഇതുവരെ പ്രസംഗിച്ച് ഇനി മേലിൽ നിൻ്റെ പ്രസംഗം ആവശ്യമില്ല. കാരണം നീ പ്രസംഗിക്കുന്നത് ക്ലിയർ അല്ല.
എന്നെങ്ങാനും പത്രോസ്ലീഹ പറഞ്ഞാൽ സുവിശേഷ വേല നിർത്തുക, വല്ല കൊട്ടയും നെയ്ത് സമയം കഴിച്ചോളുക. പൗലോസ്ലീഹയ്ക്ക് അറിയാവുന്നൊരു ജോലിയാണ് കൊട്ട നെയ്ത്ത്. ഗമാലിയലിൻ്റെ പാദങ്ങളിലിരുന്ന് പഠിച്ച് വലിയ വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് വേറെ ഒരു കോഴ്സിന് പോകാൻ പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുവിശേഷ വേലൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് കപ്പലിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പഠിച്ചായിരിക്കും കൊട്ട നെയ്ത്ത്. എന്തായാലും അത് ചെയ്തോളാൻ പറഞ്ഞു. നീ സുവിശേഷം പ്രസംഗിക്കണം, നീ എത്ര വിശുദ്ധനായാലും ശരി, നീ എത്രമാത്രം സ്വർഗത്തിൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, നീ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാലും ശരി, പത്രോസ് വേണ്ടെന്ന് പറഞ്ഞാൽ നീ സുവിശേഷം പ്രസംഗിക്കണ്ട. എന്തൊരു പ്രതിഭാസമാണ് ഇത്! ഇതാണ് സഭയുടെ മജിസ്റ്റേരിയം, ദ മജിസ്റ്റേരിയം ഓഫ് ദി ചർച്ച്. സഭയുടെ മേൽപ്പെട്ട സ്ഥാനം. ഒരു വൈദികനത് മനസ്സിലാക്കണം. ഓരോ കുടുംബങ്ങളത് മനസ്സിലാക്കണം. ദൈവം അത് അത്യധികം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് വലിയ രോഗശാന്തി വരങ്ങളും, എനിക്ക് വലിയ ദർശന വരങ്ങളും, എനിക്ക് വലിയ ശുശ്രൂഷ വരങ്ങളും, എനിക്ക് വലിയ പ്രവചന വരങ്ങളും, എനിക്ക് മാലാഖമാരുടെ ഭാഷയും എന്തു തന്നെ ഉണ്ടായാലും ഞാൻ മേൽപ്പെട്ട സ്ഥാനത്തിന് കീഴ്പ്പെട്ട് നിൽക്കണം. സഭയുടെ പ്രബോധന അധികാരത്തിനും സഭയുടെ ശുശ്രൂഷാ ക്രമത്തിനും ഞാൻ വിധേയപ്പെട്ട് നിൽക്കണം. നമുക്ക് പരിശുദ്ധാത്മാവിന് സ്വന്തമാണ് പൗലോസ് അപ്പോസ്തലൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാലീസുള്ള വ്യക്തിയല്ല അത്. അതെവിടെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഗലാത്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പിന്നീട് 14 വർഷത്തിന് ശേഷം ബർന്നബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി. തീത്തോസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു. ഒരു വെളിപാട് അനുസരിച്ചാണ് ഞാൻ പോയത്. ഒരു വെളിപാടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണ് പൗലോസ് പോയത്. പത്രോസ്ലീഹ കത്തയച്ച് വിളിപ്പിച്ചതല്ല, ആൾ വിട്ട് വിളിപ്പിച്ചതുമല്ല. പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്, നിന്റെ സുവിശേഷ വേല നിർത്തൂ, നീ വേഗം തന്നെ പത്രോസ് അപ്പോസ്തലൻ്റെ അടുത്തേക്ക് പോകും. 14 വർഷത്തിന് ശേഷം അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ പത്രോസ് അങ്ങനെയുള്ള സ്ലീഹന്മാരുണ്ടല്ലോ, അവരുടെ മുമ്പിൽ, ഇന്നാണെങ്കിൽ നമ്മുടെ ബിഷപ്പിൻ്റെ മുമ്പിൽ നമ്മളത് നാണിക്കേണ്ട. വി ഹാവ് ടു ബി പ്രൗഡ് ഓഫ് അവർ ബിഷപ്പ്. നമ്മുടെ ബിഷപ്പിനെ കുറിച്ച് നമ്മൾ അഭിമാനമുള്ളവരായിരിക്കണം. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. അതായത് ഇവിടെ ഒരു വിധേയത്വമുണ്ട്. സ്വകാര്യമായി അവതരിപ്പിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഓക്കെ ആണോ അല്ലയോ എന്നൊരു സാങ്ഷൻ കിട്ടണം, ഒരു അനുവാദം കിട്ടണം. ഇവിടെ പരിശുദ്ധാത്മാവ്, ഇത് വിളിച്ചത് കുതിരപ്പുറത്ത് നേരിട്ട് വിളിച്ചത് പരിശുദ്ധാത്മാവ്, ഇതുവരെ പഠിപ്പിച്ചത് മുഴുവൻ പരിശുദ്ധാത്മാവ്, ഇതുവരെ കൊണ്ടുവന്നത് മുഴുവൻ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇത്ര ആധിക്യമുള്ള പൗലോസ് അപ്പോസ്തലൻ ഇനി വേറൊരു മനുഷ്യൻ്റെ അംഗീകാരം തേടേണ്ട കാര്യമുണ്ടോ? ഇതാണ് കർത്താവിൻ്റെ സഭയിലെ രീതി. വെളിപാടും ആധിക്യങ്ങളും വിശുദ്ധിയും കൃപയെല്ലാം ഉണ്ടെങ്കിലും സഭയുടെ സംവിധാനങ്ങൾ അതിലും പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുറക്കെ പറഞ്ഞ ഹാലേൽ. ഇത് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. ഇത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് അംഗീകരിച്ചു എന്ന് വിചാരിക്കും. ഇപ്പം ഞാനൊരു വൈദികൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ബിഷപ്പിനെ അംഗീകരിച്ച് ഞാൻ ബിഷപ്പിനോട് വിധേയത്വത്തിൽ എൻ്റെ ശുശ്രൂഷ ചെയ്താൽ ഈ 2000 വർഷമായുള്ള സഭയുടെ മുഴുവൻ റിച്ച്നെസ്സും എന്നിലേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. നിങ്ങളങ്ങനെ അംഗീകരിച്ച് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ബിഷപ്പിനോട് ഐക്യത്തിൽ, സഭയുടെ ഐക്യത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ ആ മേൽപ്പെട്ട സ്ഥാനങ്ങളിൽ അംഗീകരിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ 2000 വർഷമായുള്ള കർത്താവിൻ്റെ സഭയിലെ റിച്ച്നെസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനവും വെളിപാടും വിവേകവും കൃപയും, പിന്നെ നിങ്ങൾ വെറുതെ ടെൻഷൻ പഠിക്കേണ്ട. ഒരു റിച്ച്നെസ് ഉണ്ട്, സ്പിരിച്വൽ റിച്ച്നെസ്. രക്തസാക്ഷികളുടെ സ്ലീഹന്മാരുടെ ഏറ്റവും വലിയ റിച്ച്നെസ് ഉള്ള ക്രിസ്തുവിൻ്റെ തന്നെയാണ്. അത് നമ്മളിലേക്ക് നിറയും. പിന്നെ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി പരക്കം പായണ്ട. നമ്മളിലേക്ക് അതെല്ലാം വന്ന് ഒരു തായ്തടിയിൽ നിന്ന് ശാഖയിലേക്ക് ഒഴുകണത് മാതിരി യേശുക്രിസ്തുവിൻ്റെ സഭയിലെ റിച്ച്നെസ് തായ്തടിയിൽ നിന്ന് ശാഖയിലേക്ക് ഒഴുകണത് പോലെ നമ്മളാകുന്ന ശാഖയിലേക്ക് ഒഴുകും. അതിന് ഒരു തായ്തടി ശാഖയോട് ചേർന്നിരിക്കുന്നത് പോലെ നാം കർത്താവിൻ്റെ സഭയോടെന്ന് പറഞ്ഞാൽ മേൽപ്പെട്ട സ്ഥാനത്തോട് ഐക്യത്തിയിരിക്കണം. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ജീവിതം
വിശുദ്ധ കുർബാനയെ ഉറപ്പിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സഭയിൽ മേൽപ്പെട്ട സ്ഥാനത്തിൽ ഉറപ്പിക്കണം. നമ്മൾ മേൽപ്പെട്ട സ്ഥാനത്തിൽ ഉറപ്പിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സ്വഭാവമല്ല നമ്മൾ നോക്കണത്. ഒരു വ്യക്തിയുടെ സ്വഭാവമല്ല നോക്കി നല്ല സ്വഭാവമാണെങ്കിൽ ഉറപ്പിക്കാം, നല്ല സ്വഭാവം അല്ലെങ്കിൽ ഉറപ്പിക്കില്ല. അങ്ങനെയല്ല സഭയുടെ രീതി. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിശ്ചയിച്ചതനുസരിച്ചാണ് കർത്താവിൻ്റെ സഭയിൽ ഓരോരുത്തരും വരികയും പോവുകയും ചെയ്യുന്നത്. കർത്താവ് നിശ്ചയിച്ചവരെ നമ്മൾ സ്വീകരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവരോട് നല്ലൊരു ഇൻറ്റിമസി വേണം, നല്ലൊരു ബന്ധം വേണം. ഹൃദയം കൊണ്ട് ബന്ധം മുറിക്കരുത്, ഹൃദയം കൊണ്ട് ബന്ധം മുറിക്കരുത്. ഒരുപാട് സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള തകർച്ചകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുമായിട്ട് ഡീൽ ചെയ്തപ്പോൾ ഞാൻ അവരോട് ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഹൗ ഈസ് യുവർ റിലേഷൻ വിത്ത് യുവർ ഡയസിസ്, നിങ്ങളുടെ ബിഷപ്പുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അപ്പോൾ ചിലപ്പോൾ സ്ട്രഗിളിൻ്റെതായ ഒരു ബന്ധം, ചിലപ്പോൾ ഭയങ്കരമായ കോംപ്ലിക്കേറ്റഡായ അവസ്ഥകൾ. ഹെബ്രായ ലേഖനത്തിൽ ശ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ 13:17 നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോജനരഹിതമായിരിക്കും. സഭയിൽ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകളും കുർബാനകളും നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഇതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഒന്നും നമുക്ക് ഉപകാരപ്പെടാതെ പോകും. സ്വസ്ഥത നഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം വരണ്ട ജീവിതമാകും. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 13:17 പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്കൊരു നല്ല ഇൻറ്റിമസി, നിങ്ങളുടെ ഹൃദയം മേൽപ്പെട്ട സ്ഥാനത്ത് ഉറപ്പിക്കുക. അവരും കൂടി പങ്കാളിയാകുന്ന വിധം ഇടവകകളിലെ കാര്യങ്ങൾ ക്രമീകരിക്കുക, അവരെയും കൂടി ഉൾച്ചേർക്കുക. ഇപ്പോൾ ഇടവകയിലെ കാര്യങ്ങളാണെങ്കിലും സ്ഥാപനങ്ങളിലെ കാര്യങ്ങളാണെങ്കിലും ബിഷപ്പും കൂടി പങ്കാളിയാകുന്ന വിധം ക്രമീകരിക്കുക. അവരെങ്ങനെയെങ്കിലും വർഷത്തിൽ ഒരു തവണയെങ്കിലും പങ്കാളിത്തം കൊടുക്കണം, ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ഇടവരുത്തണം. നമ്മുടെ ബിഷപ്പ്മാർക്കും കർദിനാളന്മാർക്കെല്ലാം സങ്കടം കൂടാതെ സന്തോഷപൂർവ്വം അവരുടെ ആത്മീയ കൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കണം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. അനാർക്കിയും ഡിസ്ലോയലിറ്റിയും വരുമ്പോൾ അവിടെ കുളം കലക്കിയാൽ പരുന്തിന് നേട്ടം, കലക്കുന്നവർക്കും കുളത്തിലുള്ളവർക്കല്ല, പരുന്തിന് മെച്ചം. കുളം കലക്കി പരുന്തിന് കൊടുക്കരുത്. നമുക്ക് നല്ല സഭാ നേതൃത്വം ഉണ്ടായിരിക്കണം, സഭാ നേതൃത്വത്തിന് ബലം കൊടുക്കണം. അത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം അതിൽ 8 വാക്യം, 1 കൊറിന്തോസ് 4:8 ഇപ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞവരായെന്നോ, നിങ്ങൾ സമ്പന്നരായെന്നോ, ഞങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തി വരുന്നെന്നോ, ഞങ്ങളും പങ്കാളികളാകത്തക്ക വിധം നിങ്ങൾ ഭരിച്ചിരുന്നെങ്കിൽ. ശ്ലീഹായുടെ കാലത്ത് ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത്? ഓരോരുത്തർക്ക് സ്വഭാവം എന്തോ റിബല്യൻ അവിടെ ഉണ്ടായിട്ടുണ്ടാകണം. ശ്ലീഹായ്ക്ക് യാതൊരു റോളും ഇല്ലാത്ത വിധം ക്ലോസ് ചെയ്ത് അവർ ഭരിച്ചു. നമ്മുടെ ബിഷപ്പുമാരെ കൂട്ടണം, നമ്മുടെ ബിഷപ്പുമാരെ നന്നായി മാനിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തു പിതാവിനോട് ഐക്യത്തിയിരുന്നത് പോലെ സർവ്വ മക്കളും ബിഷപ്പിനോട് ഒരു ഇൻറ്റിമസി സൂക്ഷിക്കണം. പ്രാർത്ഥനയും സപ്പോർട്ട് ശരിക്കും വേണം ഈ കാലഘട്ടത്തിൽ. കാരണം ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സഭയുടെ മുഴുവൻ ഒരു റിച്ച്നെസ്, ഒരു അനുഗ്രഹം കൊണ്ടുവരും. ഇന്ന് പല പ്രാർത്ഥനകളും ആശീർവദിക്കുന്നുണ്ട്, തലയെ കൈവെക്കുന്നുണ്ട്, വെഞ്ചരിക്കുന്നുണ്ട്, നമുക്ക് ഗുണപ്പെടുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രമാത്രം വെഞ്ചരിപ്പുകളും ഇത്രമാത്രം ആശീർവാദങ്ങളും ഇത്രമാത്രം പ്രാർത്ഥനകളും കൊടുത്തിട്ട് ആർക്കും ഒരു ഗുണപ്പെടുന്നില്ലല്ലോ കർത്താവേ, ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറഞ്ഞത്, അവരുടെ ബിഷപ്പിനോടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുവിൻ, അവരുടെ സഭയോടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുവിൻ. പലർക്കും ഇതൊന്നും ഇല്ലാത്തവരാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോയെ, കുർബാന അങ്ങയുടെ ശരീരമാണ്, അതുപോലെ സഭ അങ്ങയുടെ ശരീരമാണ്. ഈശോയുടെ ശരീരമാണ് ഈശോയുടെ സഭ. ആ സഭയെ ഈശോയാണ് നയിക്കുന്നത്.
ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു ബിഷപ്പ്മാർ വരുമായിരിക്കും, അതൊക്കെ വേറെ കാര്യം. അത് ഹ്യൂമൻ എലവൻസാണ്, അത് ഹ്യൂമൻ വീക്ക്നെസ്സാണ്. അത് നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. നമ്മൾ സഭയുടെ ക്രമീകരണത്തെ, സംവിധാനത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കൈകൾ ഉയർത്തിപ്പിടിക്കാം, ഉച്ചത്തിൽ സ്തുതിക്കാം. അതിനെ നല്ല സന്തോഷത്തോടെ ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ അങ്ങയുടെ ഭൗതിക ശരീരമായ തിരുസഭയെ മനസ്സിലാക്കാതെയും സഭയോടുള്ള ഹൃദയ ഐക്യം നഷ്ടപ്പെട്ടും ദുഷിച്ചും കുറ്റം പറഞ്ഞും തിരുസഭയുമായുള്ള ആ ഒരു ഇൻറ്റിമസി നഷ്ടപ്പെട്ടു പോയി കർത്താവേ. സഭയുടെ വില മനസ്സിലാക്കാതെ ഞാൻ നടന്നിട്ടുണ്ട്. ഇന്ന് പല പ്രാർത്ഥനകളും എന്ത് ചെയ്തിട്ട് എനിക്കൊരു ഗുണം പിടിക്കുന്നില്ല കർത്താവേ. അതിൻ്റെ ഒരു കാരണം, സഭയിലെ ശുശ്രൂഷകൾ എനിക്ക് പ്രയോജനരഹിതമായി പോകുന്നതിനൊരു കാരണം ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിച്ചതാണല്ലോ കർത്താവേ. ഇന്ന് ഞാൻ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. യേശുവേ, അങ്ങയെയും അങ്ങയുടെ സഭയെയും വേദനിപ്പിച്ച എല്ലാ നടപടികളും ഓർത്ത്, അങ്ങയെയും അങ്ങയുടെ സഭയെ ദുഷിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഞാൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി എന്നോട് ക്ഷമിക്കണമേ എൻ്റെ യേശുവേ. ഞാൻ അറിയാതെ സഭയെ വേദനിപ്പിച്ച, ഞാൻ അറിയാതെ അനുസരണത്തിൻ്റെ, ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും വഴിയിലൂടെ നടന്ന ഓരോ ദിവസങ്ങളെയും മണിക്കൂറുകളെയും ഓർത്ത് ഈ രാത്രി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഈ സമൂഹത്തിലുള്ള എല്ലാ യുവതീവാക്കന്മാരെയും അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. നല്ല ഒരു ഹൃദയ അന്തരീക്ഷം സഭയുമായിട്ടുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയം വലിയ അളവിൽ സ്വർഗത്തിൽ നിന്ന് കൃപാവരങ്ങൾ വർഷിക്കപ്പെടുന്ന സമയമാണ്. എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉറക്കെ കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് വിശ്വാസത്തിന്റെ അത്ഭുത അഭിഷേകം വർഷിക്കണമേ. സർവ്വരും ഹൃദയം നുറുങ്ങി ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, വിശ്വാസ കൃപ ചൊരിയൂ, വിശ്വാസ കൃപ ചൊരിയൂ. അഭിഷേകം നിറയട്ടെ.